ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് വൈറൽ ആവാറുണ്ട്. ഫുൾ ജാർ സോഡ, അതേപോലെ തന്നെ ഡാൽഗോണ കോഫി, ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വൈറൽ ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അതിനൊക്കെ മുമ്പായിട്ട് വൈറലായിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്പൂൺ നെയ്യ് കൊണ്ട് നമുക്ക് ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ബട്ടർ ഉണ്ടാക്കി എടുക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് റിക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് മുഴുവനായിട്ട് കാണുക. ട്രൈ ചെയ്തവരും ട്രൈ ചെയ്യാത്തവരും എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോഴാണ് ഇതിന്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ കറക്റ്റ് ആയിട്ട് നമുക്ക് ബട്ടർ ഉണ്ടാക്കാൻ പറ്റുമോ, അതോ ശരിക്കുള്ളതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒരേ മെത്തേഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനും ആ സെയിം മെത്തേഡാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ മിൽമേന്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിനകത്തോട്ട് ഞാനിതേ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ ബട്ടർ ഇട്ട് ചെയ്യേണ്ട റെസിപ്പി വരുന്ന സമയത്ത് നെയ്യേ ഉള്ളൂ എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ റെസിപ്പി കാണിക്കുന്നത്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ് കേട്ടോ. അപ്പൊ ചെറിയ ഐസ് ക്യൂബ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്തോട്ട് ഒരു 3 എണ്ണം ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചു നോക്കണം. അപ്പൊ ആദ്യം ഒരു 3 എണ്ണം നമുക്ക് ഇട്ട് നോക്കാം. അപ്പൊ അതേ ഞാൻ 3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 1-2 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഒന്ന് കുറവാണ്, അല്ലെങ്കിൽ ഒരു ഇത്തിരി ലൂസാന്ന് തോന്നുകയാണെങ്കിൽ ഒരെണ്ണം കൂടി ഇട്ട് അടിച്ചാൽ മതി. അപ്പൊ അതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രീമി ആയിട്ട് നല്ല ബട്ടറിന്റെ അതേ ഒരു ടെക്സ്ചറിലാണ് ഉള്ളത്. കണ്ടോ? ബട്ടർ നമ്മൾ കുറച്ച് നേരം ഒന്ന് മെൽറ്റ് ആക്കി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവുക. നല്ല ക്രീമി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം വരും. പക്ഷെ സംഭവം ഇതൊന്നുമല്ല. ഈ ബട്ടറിന്റെ ഒരു ഫ്ലേവറോ ബട്ടറിന്റെ ഒരു മണോ ഒന്നുമല്ല. നെയ്യ് എന്താണോ അത് തന്നെയാണ് ഇത്. കാണുമ്പോൾ ഉള്ള ആ ടെക്സ്ചർ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മുടെ നെയ്യ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുക. പക്ഷേ ബട്ടർ നിങ്ങൾക്ക് അറിയാലോ, ഒരു ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു ടെക്സ്ചറിൽ നെയ്യ് മാറിയെന്നല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ 2 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങൾ എത്ര മിനിറ്റ് ഹൈ സ്പീഡിൽ അടിച്ചാലും ഇതിന്റെ സ്മെല്ലിന് ഒരു വ്യത്യാസവും ഇല്ല. നെയ്യിന്റെ അതേ സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ എന്താ പറ്റണേന്ന് വെച്ചാൽ നമുക്ക് ബട്ടർ ഉപയോഗിച്ച് ചെയ്യേണ്ട റെസിപ്പിയിലൊന്നും ഒരിക്കലും ഈ ബട്ടർ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ബട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. നെയ്യിന്റെ സ്മെല്ല് എന്തായാലും വരും. അപ്പൊ അതിന് പകരം നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നെയ്യ് ഒരു സ്പൂണ് ചേർത്താൽ മതി. ഇത് മുൻപ് ട്രൈ ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നെയ്യിന്റെ ടേസ്റ്റ് ആണ്, നെയ്യിന്റെ ഫ്ലേവർ ആണ്, നെയ്യിന്റെ മണമാണ് എന്നൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ബട്ടർ കണ്ടിട്ട് മാത്രമുള്ളവർ, കഴിക്കാത്തവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വേണമെങ്കിൽ നമുക്കിത് ബട്ടർ ആണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായാലും ഇത് വിശ്വസിക്കും. ബട്ടർ ആണെന്ന് പറഞ്ഞിട്ട് തന്നെ അവരിത് ചെയ്യും. പക്ഷെ ബട്ടർ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് എന്ന് വെച്ചാൽ ബട്ടർ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഈ കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും പാസ്ത ഉണ്ടാക്കുമ്പോഴൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും ഇത് ബട്ടർ അല്ല, നെയ്യ് തന്നെയാണുള്ളത്. ഇനി നമ്മൾ ഇതിൽ കാണിക്കാൻ പോകുന്നതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത്. ഈ ബട്ടർ എടുത്ത് നമ്മൾ ഒന്ന് ചൂടാക്കാൻ വെക്കുവാണെങ്കിൽ, സാധാരണ ബട്ടർ ഇടുമ്പോൾ നല്ല ക്രീമി ആയിട്ടൊക്കെ കിട്ടാതെ ഇപ്പൊ നല്ല ക്രീമി ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള വെടിക്കെട്ട് ഇവിടെ നടക്കും ഇപ്പൊ തന്നെ. നമ്മൾ ഈ ബട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്സ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചേർത്തിട്ടുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് മുഴുവൻ ഇതുപോലെ പൊട്ടിത്തെറിച്ച് നമ്മൾ അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേല് മൊത്തം പൊട്ടിത്തെറിച്ച് പൊള്ളും. എൻ്റെ ക്യാമറ ഒക്കെ മൊത്തം നശിച്ചു പോയി അതിലേക്ക് തെറിച്ചിട്ട്. അപ്പൊ ഇതാണ് സത്യാവസ്ഥ. ഒരുപാട് പേര് അത് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ. ഒത്തിരി പേര് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ, ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആരും ഇത് ചൂടാക്കി കാണിച്ചിട്ടില്ല. ഇവിടെയാണ് ശരിക്കും ഇതിന്റെ കോമഡി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നെ, കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈസി ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഞാൻ ഉപ്പാനോട് ട്രൈ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞു അട്ട ഫ്ലോപ്പ് ആയിരിക്കും, ഇതെന്തായാലും ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. എൻ്റെ ക്യാമറ അടക്കം മൊത്തം പണിയായി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ഇടണം എന്നുള്ളത്. കാരണം ഒരുപാട് പേര് കണ്ടിട്ടില്ല,
ഒത്തിരി വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ പറയണമെന്ന് എനിക്ക് തോന്നി. ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ ഇതിൽ എനിക്ക് മിസ്റ്റേക്സ് വരാനൊന്നുമില്ല. കാരണം നിങ്ങൾ കണ്ടതാണ്, ജസ്റ്റ് മിക്സിയിലിട്ട് നമ്മൾ ഹൈ സ്പീഡിലൊന്ന് കറക്കി എടുക്കേ വേണ്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് എങ്ങനെ ചെയ്താലും നമുക്ക് ഇങ്ങനെ ബട്ടർ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. കാണുമ്പോഴുള്ള ആ ടെക്സ്ചറിലല്ലോ, നമ്മൾ കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ആ ഒരു ടെക്സ്ചർ കിട്ടണ്ടേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ആരും ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഭയങ്കര ഫ്ലോപ്പാണ്. നമ്മുടെ നെയ്യൊക്കെ പോവും. പിന്നെ നമ്മൾ കുരുക്കിയെടുക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ആരും ട്രൈ ചെയ്യരുത്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വൈറൽ ആവാറുണ്ട്. അതിൽ മുക്കാ ഭാഗവും എല്ലാം നല്ല വീഡിയോസ് തന്നെയായിരിക്കും. പക്ഷെ ഒന്ന് രണ്ടെണ്ണേ ഇതേപോലെ ഫെയിൽ ആവാൻ ചാൻസ് ഉള്ള വീഡിയോസ് ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നും. ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ ചെയ്ത് നോക്കിയാലും ആരും പുറത്ത് പറയാറൊന്നുമില്ല അധികം. അപ്പൊ ഞാനൊന്ന് കണ്ടപ്പോൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആരും ഇതുപോലെ ട്രൈ ചെയ്യരുത് ഈ റെസിപ്പി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ നല്ല കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.